കോൺഗ്രസ് വിട്ട മുതിർന്ന നേതാവ് അശോക് ചവാൻ BJP-യിൽ. ആ വാർത്തയിൽ അത്ര പുതുമയൊന്നും ഉണ്ടാകില്ല. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP. ഇന്നലെ ജ്യോതിരാദിത്യ സിന്ധ്യ, ഇന്ന് അശോക് ചവാൻ, നാളെ കമൽനാഥ്. ഈ പട്ടിക ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കാൻ നേതാക്കൾക്ക് പ്രതീക്ഷയില്ല എന്നത് വസ്തുതയായി തന്നെ നിലനിൽക്കട്ടെ. അതിനിടെ രാജ്യത്തെ സംവിധാനങ്ങളെ ആകെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കിയും ഭീഷണിപ്പെടുത്തിയും സ്വന്തം പാളയത്തിലെത്തിക്കുന്ന BJP-യുടെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കാണാതെ പോകരുത്. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ BJP പാളയത്തിൽ അടിഞ്ഞിരിക്കുന്ന അശോക് ചവാൻ. 2014 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസിനെതിരെ BJP പ്രധാന ആയുധമാക്കിയത് 3 അഴിമതി ആരോപണങ്ങളായിരുന്നു. അശോക് ചവാൻ അന്വേഷണം നേരിടുന്ന ആദർശ് ഭവന കുംഭകോണം, അജിത് പവാർ ഉൾപ്പെട്ട ഇറിഗേഷൻ അഴിമതി, മഹാരാഷ്ട്ര സദൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഛഗൻ ഭുജ്ബൽ ഉൾപ്പെട്ട അഴിമതി. അതിശയിക്കാനൊന്നുമില്ല, ഈ 3 നേതാക്കളും ഇന്ന് BJP-യിലുണ്ട്. അശോക് ചവാൻ മന്ത്രിസഭയിൽ ജലസേചന വകുപ്പ് മന്ത്രിയായിരിക്കെ വിദർഭ ഇറിഗേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി വൻ അഴിമതി നടത്തിയെന്ന ആരോപണത്തിലാണ് അജിത് പവാർ ED അന്വേഷണം നേരിട്ടത്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ ബോർഡിൽ അംഗമായിരിക്കെ കടക്കണിയിൽപ്പെട്ട സത്താറ പഞ്ചസാര മില്ല് അജിത് പവാറും കുടുംബാംഗങ്ങളും അംഗങ്ങളായ കമ്പനി വാങ്ങി കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസും കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ചിരുന്നു. അജിത് പവാറിന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള 1400 കോടി രൂപയുടെ ആസ്തി താൽക്കാലികമായി കണ്ടുകെട്ടാനും ആദായ നികുതി വകുപ്പ് ഉത്തരവിട്ടിരുന്നു. ഇതിനു പിന്നാലെ അജിത് പവാർ കഴിഞ്ഞ ജൂലൈയിൽ ഭൂരിപക്ഷം MLA-മാരെയും കൊണ്ട് BJP ക്യാമ്പിലെത്തി ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ക്ലീൻ ചിറ്റ് നേടി. ഒടുവിലിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് NCPയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്കും സ്വന്തമാക്കി. ബോളിവുഡ് താരം ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഷാരൂഖ് ഖാൻ BJP-യിൽ ചേർന്നാൽ മയക്കുമരുന്ന് പഞ്ചസാര പൊടിയാകുമെന്ന് വിമർശിച്ചയാളാണ് ഛഗൻ ഭുജ്ബൽ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കെ ഡൽഹിയിൽ മഹാരാഷ്ട്ര സദൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയെന്നാരോപിക്കുന്ന 708 കോടി രൂപയുടെ അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ഛഗൻ ഭുജ്ബലിന്റെയും മകൻ പങ്കജ് ഭുജ്ബലിന്റെയും മരുമകൻ സമീർ ഭുജ്ബലിന്റെയും പേരിലുള്ള ED കേസ്. 2016 അറസ്റ്റിലായ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമ്പോൾ 2 വർഷം കഴിഞ്ഞിരുന്നു. കലീനയിലെ ഭൂമി ഇടപാടാണ് മറ്റൊരു കേസ്. 2017 ഭുജ്ബൽ കുടുംബത്തിന്റെ 20 കോടിയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. EDയുടെ അഴിമതി കേസിലെ ഈ പ്രതിയും ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ, മഹാരാഷ്ട്ര ഭരിക്കുന്ന പാർട്ടിയുടെ, അതായത് BJP-യുടെ ഭാഗമാണ്. 2 തവണ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിരുന്ന അന്തരിച്ച SB ചവാന്റെ മകനാണ് ഏറ്റവും ഒടുവിൽ BJP-യിൽ ചേർന്നിരിക്കുന്ന അശോക് ചവാൻ. 2008 ഡിസംബർ 8 മുതൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹത്തിന് ആദർശ് ഭവന കുംഭകോണത്തിന്റെ പശ്ചാത്തലത്തിലാണ് 2010 നവംബർ 9 മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്നത്. 2014 മുതൽ 19 വരെ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. BJP-യിൽ ചേർന്നതോടെ അശോക് ചവാനും ക്ലീൻ ചിറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. അശോക് ചവാന് പിന്നാലെ നിരവധി MLA-മാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. മുൻ നിയമനിർമ്മാണ കൗൺസിൽ അംഗമായിരുന്ന അമർനാഥ് രാജൂർക്കർ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ഇനിയും 18ഓളം MLA-മാർ രാജിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. BJP-യിൽ ചേരാൻ നിരവധി കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അവകാശവാദം ഉന്നയിച്ചിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്രയിൽ ഓപ്പറേഷൻ ലോട്ടസ് വഴി കൂടുതൽ പ്രതിപക്ഷ നേതാക്കളെ വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാണ് BJP.